എല്ലാവർക്കും ഒരിക്കൽ കൂടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഒരു ഗ്യാപ്പിന് മുമ്പ് എല്ലാവരോടും എൻ്റെ വീട്ടിൽ നടക്കുന്ന കുറേ സംഭവങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അതിൻ്റെ തുടർക്കഥ പോലെ കുറേ കഥകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് 2 ദിവസമായിട്ട് ചില പ്രശ്നങ്ങൾ കാരണം വീഡിയോ ഇടാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ പുതിയ അപ്ഡേഷൻ, അതായത് ഇന്നലെയും ഇന്നുമായിട്ട് എനിക്ക് കിട്ടിയ കുറച്ച് അപ്ഡേഷനാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അതായത് എൻ്റെ ഹൗസ് ഓണറും എൻ്റെ അയൽവാസിയായ ജയകുമാറും എനിക്കെതിരെ എടുത്ത ഒരു ആയുധങ്ങളും ഇതുവരെയും എനിക്ക് ഫലിച്ചില്ല. അവർ വിചാരിച്ച രീതിയിൽ എന്നെ ഇതുവരെ പടിയിറക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് അവർ പുതിയ കുതന്ത്രങ്ങൾ മെനയുന്നുണ്ട്, നടത്തുന്നുണ്ട്. അപ്പോൾ അതെല്ലാം എനിക്ക് അപ്ഡേറ്റ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അത് വേറെ ഒന്നുമല്ല, എൻ്റെ ചെവി നേരിട്ടും എൻ്റെ കണ്ണിൽ നേരിട്ടും കാണുന്നതാണ്. കാരണം തൊട്ടടുത്ത വീടാണല്ലോ ജയകുമാറിൻ്റെ. പുള്ളി അവിടെ മുറ്റത്ത് നിന്ന് തന്നെയാണ് എൻ്റെ ഹൗസ് ഓണറുമായിട്ട് ഫോണിൽ സംസാരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് വ്യക്തമായിട്ട് കേൾക്കാം. പക്ഷെ റെക്കോർഡ് ചെയ്യുമ്പോൾ ക്ലാരിറ്റി കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ തന്നെ അത് കേട്ട കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതായത് ഇതുവരെ നമ്മളെ ഇറക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇവർ പുതിയ കുതന്ത്രങ്ങൾ, ഇല്ലാത്ത കാര്യങ്ങൾ മെനയുന്നു. അതിൽ ഇന്നലെ ഇന്നുമായിട്ട് പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. ഒന്ന് പറയണത്, ഞങ്ങൾ പ്രതികരിക്കുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ചേച്ചി ചെന്ന് അവരോട് ഉടക്കണം, എന്തെങ്കിലും സംസാരിച്ച് ഉടക്കണം. ഉടക്കുമ്പോൾ എന്തായാലും എൻ്റെ ഹസ്ബൻഡ് ആണുങ്ങളാണല്ലോ, ദേഷ്യം വന്നിട്ട് അവരെന്തെങ്കിലും അടിക്കാനോ എന്തെങ്കിലും ചാടി പുറപ്പെടുമല്ലോ. അപ്പോൾ ചേച്ചി എന്ന് ഉടക്കണം. അവൻ അടിച്ചാലും അടിച്ചില്ലെങ്കിൽ ചേച്ചി അടിച്ചു എന്ന് പറഞ്ഞ് ചേച്ചി കേസ് കൊടുക്കണം. അപ്പോൾ ഇതിന് സാക്ഷി പറയാനായിട്ട് എനിക്ക് ഈ ജയകുമാറിൻ്റെ കൂടെ പരാതിയിൽ സഹസാക്ഷികളായിട്ട് സഹപരാതിക്കാരായിട്ട് ചേർന്ന ബൈജു, നമ്മുടെ എക്സൈസ് ബിബിൻ, പിന്നെ നമ്മളെ ഈ അമ്പിളി, ഇങ്ങനെ 3 പേരുണ്ടായിരുന്നല്ലോ, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇവരെ കൊണ്ട് ഞാൻ കള്ളസാക്ഷി പറയിപ്പിക്കാം. അവർ പറഞ്ഞോളും, ഞാൻ പറയുന്നതിനപ്പുറം അവർ പോവില്ല. അതുകൊണ്ട് ചേച്ചി ധൈര്യമായിട്ട് അങ്ങനെ ഒരു പരാതി കൊടുത്തോ. ഇതാണ്, അതായത് എൻ്റെ ഹസ്ബൻഡിനെ എങ്ങനെയെങ്കിലും പോലീസ് സ്റ്റേഷനകത്ത് ആക്കണം. അപ്പോൾ ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കായാൽ പിന്നെ എന്നെ അടിച്ചിറക്കാൻ എളുപ്പമാണല്ലോ. ഇതാണ് അവരുടെ ഒരു പ്ലാൻ. പിന്നെ രണ്ടാമത് ഇപ്പോൾ കോർപ്പറേഷൻ, ഇപ്പോൾ പഞ്ചായത്താണ് ഞങ്ങളെങ്കിലും പുള്ളി ഇവിടെ ഒന്നും നടക്കാത്തതുകൊണ്ട് നേരെ കോർപ്പറേഷൻ ഓഫീസിലോട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ മേയർ പുള്ളിക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കും. കാരണം ഞങ്ങളുടെ ഇവിടുത്തെ വാർഡ് മെമ്പർ ബൈജു കോൺഗ്രസ്സിൽ നിന്ന് ജയിച്ച ആളാണ്. അപ്പോൾ പുള്ളി തങ്കപ്പെട്ട മനുഷ്യനാണ്. എനിക്ക് വേണ്ടി എന്ത് സഹായവും ചെയ്തു തരും. കോർപ്പറേഷനിൽ ഞാൻ പരാതി കൊടുക്കാം, ബൈജു എനിക്ക് എല്ലാ സപ്പോർട്ടും ചെയ്തു തരും എന്നാണ് പറഞ്ഞത്. കാരണം ഈ ബൈജു എന്ന് പറയുന്ന മെമ്പർ ഇവിടെ കോൺഗ്രസ്സിന് മത്സരിച്ചിട്ട് അണ്ടർഗ്രൗണ്ടിൽ കൂടെ BJP വോട്ട് പിടിച്ച മനുഷ്യനാണ്. അപ്പോൾ ചിലപ്പം BJPക്കാർ പറഞ്ഞാൽ കേൾക്കുമായിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്, ബൈജു എനിക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു തരും, ഞാൻ കോർപ്പറേഷനിൽ പരാതി കൊടുത്തു, കോർപ്പറേഷൻകാർ വന്ന് ഇവളെ പട്ടിയെ പിടിച്ചുകൊണ്ട് പോകും എന്നാണ് പുള്ളിയുടെ ഒരു നടക്കാത്ത ആഗ്രഹം. അത് പിന്നെ 2 ദിവസം മുമ്പ് ഇവിടെ ഒരു ലോണിന് ഏതോ ഒരു പാവപ്പെട്ടവനെ പറ്റിച്ച് ഇവിടെ കൊണ്ടുവന്നു. ഈ വീട് ഞങ്ങളുടെ വാടകയ്ക്കാണ്, അപ്പോൾ ഇത് വെച്ച് ലോൺ എടുക്കാൻ വേണ്ടി അയാൾ വന്ന് വഴിയും വീടൊക്കെ ഫോട്ടോ എടുത്തുകൊണ്ട്, ഞങ്ങളുടെ വീട്ടിനകത്ത് കയറാൻ പറ്റാത്തതുകൊണ്ട് ജയകുമാറിൻ്റെ പുരയിടത്ത് നിന്നാണ് ഞങ്ങളുടെ വീടൊക്കെ ഫോട്ടോ എടുത്തുകൊണ്ട് പോയത്. പാവം ഏത് ബാങ്കുകാരനാണോ, ഏത് മൈക്രോ ഫിനാൻസുകാരാണെന്ന് അറിയില്ല, ആരാണ് അമ്പിളിക്ക് ലോൺ കൊടുക്കുന്നെങ്കിലും നിങ്ങൾ പെട്ടു. നിങ്ങൾക്ക് ജീവിതത്തിൽ ആ ലോൺ തിരിച്ച് കിട്ടുമെന്നോ അടച്ചു കിട്ടുമെന്നോ നിങ്ങൾ വിചാരിക്കേണ്ട. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ വീഡിയോ എത്തുന്നുവെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു. എനിക്ക് അത്രയേ പറയാനുള്ളൂ. അപ്പോൾ ഫോട്ടോയൊക്കെ എടുത്തിട്ട് പോയിരിക്കുകയാണ്. അങ്ങനെ പിന്നെ വേറൊരു കാര്യം, കഴിഞ്ഞ വർഷം ഒരു പരാതി ഞാൻ കൊടുത്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഹൗസ് ഓണർ എൻ്റെ വീട്ടിൽ വന്ന് നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതുകൊണ്ട് SI അന്ന് വിലക്കിയതാണ്. മേലാൽ അവരെ വീട്ടിൽ പോകരുത്, 5 വർഷം അവർ പോകുന്നവരെ വീട് വിൽക്കാനോ ലോൺ എടുക്കാനോ ആ വീട്ടിൽ ചെന്ന് പ്രശ്നം ഉണ്ടാക്കുകയോ ചെയ്യരുതെന്ന് SI വിലക്കിയതാണ്. പക്ഷേ അത് ധിക്കരിച്ചുകൊണ്ട് അമ്പിളിയിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിൽ വരികയും, ഈ വീഡിയോ ഞാൻ നാളെ ആയിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് പറയണത്, ഇന്നാണ് ഈ സംഭവം നടക്കുന്നത്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഇന്ന്, നാളെ ആയിരിക്കും ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഞങ്ങളുടെ വീട്ടിൽ ഇന്ന് വരികയും, അപ്പോൾ ഇവർ ഇന്നലെ ലോണിന് ആളെ കൊണ്ടുവന്നതുകൊണ്ട് ഒറ്റ വീടാണ് എന്ന് ഞാനിവിടെ എഴുതി ഒട്ടിച്ചു. അപ്പോൾ വരുന്നവർക്ക് അത് കാണാമല്ലോ. നീ എന്തിനാണ് ഇത് എഴുതി ഒട്ടിച്ചത്? ഇത് നിൻ്റെ വീടാണോ? ഞാൻ 15 ലക്ഷം ലോൺ എനിക്ക് സാങ്ഷൻ ആയിട്ടുണ്ട്, ഞാൻ എടുക്കും, നീ 5 വർഷം ഇവിടെ തികയ്ക്കുന്ന ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെയൊക്കെ വെല്ലുവിളിച്ചിട്ടാണ് ഹൗസ് ഓണർ പോയത്. അപ്പോൾ പോലീസ് പറഞ്ഞ ആ വാക്കിനെ ധിക്കരിച്ചുകൊണ്ടാണ് അവർ ഇന്ന് എൻ്റെ വീട്ടിൽ വന്ന് ഈ സംസാരം നടത്തിയിട്ട് പോയത്. ഞങ്ങൾ തിരിച്ച് പ്രതികരിച്ചിട്ടില്ല. പിന്നെ ഞാൻ ഈ വീഡിയോകളൊക്കെ ചെയ്യുന്നതുകൊണ്ട് എന്നെ കാളി ഭദ്രകാളി എന്നൊക്കെയാണ് പുള്ളി വിളിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പുള്ളിക്കെതിരായിട്ട് സംസാരിക്കുന്നതൊക്കെ മനുഷ്യാവകാശ കമ്മീഷനിൽ കേസ് കൊടുക്കുമെന്നൊക്കെയാണ് പുള്ളി പറയണത്. പുള്ളി കൊടുക്കട്ടെ. പുള്ളി എവിടെ കൊടുത്താലും അവിടെയൊക്കെ എനിക്ക് എൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഒരു സാഹചര്യം പുള്ളി ഉണ്ടാക്കി തരണം എന്നാണ് എൻ്റെ വ്യക്തിപരമായ ആഗ്രഹം.
പിന്നെ എങ്ങനെ പൈസ കൊടുക്കാതെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറക്കാം എന്നുള്ള പ്ലാനാണ് രണ്ടുപേരും കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചേച്ചി എങ്ങനെ പൈസ കൊടുക്കാതെ ഇവിടെ അവിടെ നിന്ന് ഇറക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ കള്ളപ്പരാതികൾ പുള്ളികൾ രണ്ടുപേരും കൂടി ചേർന്ന് പ്ലാൻ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്ലാനിങ്ങുകൾ നടക്കട്ടെ. നിങ്ങളുടെ പ്ലാനിങ്ങുകൾ ഏതാണ് വിജയിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ഭാഗമാണ് ജയിക്കുന്നത്, ഞങ്ങളുടെ ഭാഗമാണ് ജയിക്കുന്നത്. സത്യം എന്നായാലും ജയിക്കണമല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ പുതിയ പ്ലാൻ. എൻ്റെ ഹസ്ബൻഡിന് ഒരു കള്ളക്കേസിൽ കൊടുക്കുക, ഞങ്ങളെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കുക, ഇതൊക്കെയാണ്. അപ്പോൾ നിയമത്തിനെതിരായിട്ട് ചെയ്യുന്ന ഇവരുടെ എല്ലാ പ്രവൃത്തികളും നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. കൊണ്ട് ജയകുമാർ എത്രയും വേഗം മനുഷ്യാവകാശ കമ്മീഷനിൽ കേസ് കൊടുക്കണം. പറ്റിയ എല്ലാ തട്ടിലും കൊടുക്കുക. അവിടെയൊക്കെ വന്ന് ഞാൻ എൻ്റെ നിരപരാധിത്വം തെളിയിക്കുന്നതും നിങ്ങളുടെ കള്ളങ്ങൾ ഞാൻ പൊളിക്കുന്നതുമായിരിക്കും. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം.